നിങ്ങൾ വേറെ ഞാൻ പ്രധാനമായിട്ടും 4 ചാനൽ ചർച്ചയിലൊക്കെ കാണുന്ന രീതിയിലാണ്. പക്ഷേ എനിക്ക് 3 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്നിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, പിന്നെ പറയാനുള്ളത്, മൂന്നാമത് പറയാനുള്ളത്, പിന്നെ ഞാൻ കാര്യങ്ങൾ അതിൽ കൂടെ തന്നെ ഞാൻ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അടുത്ത വിദ്യ. അത് കേൾക്കുന്നവർക്ക് ഊണൊക്കെ പറഞ്ഞത് കൂടുതലൊന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് ആളുകൾ ബിൽപ്പിന്റെ മുമ്പ് ഇന്ത്യ സന്ദർശിച്ച ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിൽപ്പിന് മുമ്പ് ഇന്ത്യ സന്ദർശിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് ബിൽപ്പിന്റെ കാര്യം അറിയാൻ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ച സമയത്ത് താജ്മഹൽ നിങ്ങളൊക്കെ കണ്ടിട്ടില്ല, വളരെ മനോഹരമാണ്. അത് സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമായിക്കൊണ്ട് നമുക്ക് താജ്മഹൽ പറയാം. ഇതൊക്കെ ഭയങ്കര സന്തോഷമായി, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് താജ്മഹൽ. അപ്പൊ അത് കണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൽ 2 തരത്തിൽ ആളുകൾ, ഒന്ന് താജ്മഹൽ കണ്ടത്, മറ്റൊന്ന് താജ്മഹൽ കാണാത്തത്. ആ വാക്ക് വളരെ എന്താണ് പ്രിസ്ക്രൈബ്ഡ് ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സന്തോഷം എല്ലാം ആ വാചകത്തിൽ ഉണ്ട്. താജ്മഹലിന്റെ സൗന്ദര്യവും ഈ വാചകത്തിൽ എന്നതുപോലെ ഞാൻ ആളുകൾ താല്പര്യം പറഞ്ഞതാണ്. എന്നതുപോലെ നമ്മുടെ ക്യാമ്പിൽ നമ്മൾ പങ്കെടുക്കും ഒരു 4 തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. ഒന്ന്, നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന ആളുകൾ. ഒന്ന്, നിങ്ങളെ പൊതുവെ ക്യാമ്പിലാണ് നിങ്ങൾ ഒന്ന് എന്താക്കിയാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ആൻഡ് എവ്രി മൊമെന്റ് അവരെ ക്യാച്ച് ചെയ്യും. അവര് അത് ചെറിയ തമാശ പറഞ്ഞാൽ ഒപ്പിച്ച്. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആക്ടിവിറ്റികൾ അവരുണ്ടാക്കും, അവര് പിൻകോഡ്. ഓക്കെ, രണ്ടാമത്തത് സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ഉണ്ടാകും, സ്വാഭാവികമായിട്ടും പാസീവ് ആണ്. അപ്പൊ അവരെന്തായിരിക്കും അവര് എങ്ങനെ ഇരുന്ന് പിന്നെ എന്താ പറയുക എന്ത് കാണിക്കുന്ന ഒരു അനുഭവം എത്ര ആവശ്യം അവിടെ മനസ്സിലായില്ലേ? അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ബന്ധപ്പെട്ട് പോയാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ ഈ കാറ്റഗറി ഭാഗത്ത് നിങ്ങളുടെ ക്യാമ്പ് വരുമ്പോഴാണ് യൂണിവേഴ്സിറ്റികളിൽ വരുമ്പോൾ ഇങ്ങനെ വന്ന് പെട്ടു പോകുന്ന ആളുകൾ എന്തുണ്ടാവും. അല്ല, പൊതുവെ പറഞ്ഞാൽ പൊതുവെ നിങ്ങളുടെ എന്തിനാണ് നിങ്ങൾ എന്താക്കിയാൽ മതി കണക്കാക്കാൻ. അപ്പോൾ ഒന്ന് ഈ തരത്തിലാണ്. അവസാനത്തത് എന്താണെന്ന് വെച്ചാൽ ക്യാമ്പിൽ പോയിട്ട് എന്തൊരു കുറ്റം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ക്യാമ്പിൽ വരുന്ന ആളുകളുണ്ട് അല്ലേ? എന്തൊരു കുറ്റമാണ് അവിടെ മുമ്പ് കേട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ധാരാളം ശരിയായില്ല, അല്ലെങ്കിൽ ക്യാമ്പിൽ തന്നെ വന്ന മറ്റേ ആളുകളത് ശരിയല്ല, അവർ ഭയങ്കര ബോറായിട്ടാണെങ്കിൽ അവർ ഫുൾ ആളാവാൻ വേണ്ടി എന്തൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ്. അങ്ങനെ ക്രിറ്റിസിസം മെന്റാലിറ്റിയിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾ. എനിക്ക് കേട്ടിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ആക്റ്റീവായിട്ട് നമ്മുടെ ഈ ഒരു സെഷൻ അതൊന്നും മാക്സിമം എല്ലാം ചേർത്ത് ആ ഒരു സമയം നമ്മൾ ക്യാമ്പിൽ അതിന് നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ പങ്കെടുത്താൽ എനിക്ക് പേര് വെച്ചുകൊണ്ട് നന്നായി
കൊടുത്തോളൂ. ഈ പേര് ഫോട്ടോ ഒക്കെ നോക്കി സ്കെച്ച് ചെയ്ത് ഏറ്റവും കൂടുതൽ സമയം ഉണ്ടാകും. ഇയാൾ രണ്ട് ചിത്രം വരച്ചത്. ഇത് ഞാനല്ല, ഇതാണ് ഞാൻ. അതാ പറഞ്ഞില്ലേ, രണ്ടെണ്ണം. ഇത് ഞാനല്ല, ഇതാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പരസ്പരം നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണോ? നന്നായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ? അടുത്ത പേര് എടുക്കും. നിങ്ങൾക്ക് വലിയൊരു ഫ്ലോക്ക് വരയ്ക്കണം. വലിയൊരു ഫ്ലോക്ക്. ഫ്ലോക്ക് അറിയില്ല, ഫ്ലോക്ക്. വലിയ ഡിസൈനുള്ള ഫ്ലോക്കും വേണ്ട, നമുക്ക് റൗണ്ടിലുള്ള ഫ്ലോക്ക് മതി. ഓക്കെ, ജസ്റ്റ് 1 to 12 വരെ ഒന്ന് മാർക്ക് കിട്ടും. 1 to 12 വരെ മാർക്ക് ചെയ്യണം. നമ്മുടെ ക്ലോക്കിൽ ഉണ്ടാവില്ലേ? എന്താ മാർക്ക് ചെയ്തോ? മാർക്ക് ചെയ്തില്ലേ? ഡിസൈനുള്ള പ്രോബ്ലമാണ്. അത്യാവശ്യം സ്പേസ് ആണ്. ഉള്ളിൽ കുറെ കലാപരിപാടി വരാനുണ്ട്. ഞാൻ വരുന്നതിന് പേജ് എന്താണ് ഒരു മാറ്റി വരച്ചോളൂ. ഫുൾ പേജ്, ഫുൾ പേജ്. ഫുൾ പേജ് നാളെ പറയുന്നത് അക്ഷരത്തിന്റെ അവിടെ കാണും. എങ്ങനെയാ കളിയായിക്കോട്ടെ, കളിയായിക്കോട്ടെ. ചില പേജുകൾ കളിയായിക്കോട്ടെ. പേപ്പർ ഷീറ്റ് വേണ്ടിയത് ചോദിച്ചാൽ മതി. പേപ്പർ ഷീറ്റ് തരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും ലൈൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് പറയാൻ അറിയുന്ന പാടാണ്. ഓക്കെ, മഴ പെയ്യണ കണ്ടിട്ടുണ്ട്. മഴ പെയ്യണത് കണ്ടിട്ടുണ്ട്. എന്താണ് മഴ പെയ്യണത് കണ്ടിട്ടുണ്ട്. അതാണ് ഒരു ലൈൻ. അപ്പൊ പാടി നോക്കാം. റെഡി? ഒച്ച വന്നോട്ടെ. ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റിയില്ല. ലോക്കലാണ് വന്നത്. ഉറങ്ങാൻ പറ്റില്ല. മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? ചോദ്യമാണ്. ഓക്കെ ഓക്കെ. മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? അത് വരണം. ഓക്കെ, ഫസ്റ്റ് മഴ പെയ്യണ കണ്ടിട്ടുണ്ടോ? 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 ഇതുപോലെ
ഇതുപോലെ ഇതുപോലെ ഇതുപോലെ ഇതുപോലെ ഇതുപോലെ ഇതുപോലെ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ ഓക്കെ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ കളിക്കരക്കണ കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ പട്ടാളത്തെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ 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 പുതിയ സവാരി കണ്ടിട്ടുണ്ടോ ആ വരട്ടെ കുതിരസവാരി കണ്ടിട്ടുണ്ടോ പുതിയ സവാരി കണ്ടിട്ടുണ്ടോ കുതിരസവാരി കണ്ടിട്ടുണ്ടോ കുതിരസവാരി കണ്ടിട്ടുണ്ടോ കുതിരസവാരി കണ്ടിട്ടുണ്ടോ കുതിരസവാരി കണ്ടിട്ടുണ്ടോ കുതിരസവാരി കണ്ടിട്ടുണ്ടോ ഇതുപോലെ ഇതുപോലെ ഒന്ന് ഒരാൾക്ക് സൈൻ തൊപ്പിയിട്ടെങ്കിൽ അവർക്ക് പോയിട്ട് സൈൻ വാങ്ങിക്കുന്നാണ് ഇവന് ഒരു സൈൻ ഇവർക്ക് സൈൻ ഇവർക്ക് സൈൻ ഒരാൾക്ക് മാത്രം സൈൻ കൊടുക്കുക വേറെ ഡിപ്പെൻഡ് ചെയ്തില്ല നീ അവർക്ക് സൈൻ അവൻ നിനക്ക് സൈൻ അത് മനസ്സിലായി ഒരാൾക്ക് മാത്രം ഒരാൾ സൈൻ കൊടുക്കുക ഒരാൾക്ക് മാത്രം ഒരാൾ സൈൻ വാങ്ങിക്കുക പരസ്പര സൈൻ കൊടുക്കുക നിങ്ങൾ ഏതാണ്ട് സൈൻ തന്നെ ഇല്ല കാരണം നമുക്ക് ലാസ്റ്റ് കൗണ്ട് ചെയ്യുമ്പോൾ ചിലത് അത് ഞാൻ മുണ്ടിട്ടത് ഞാൻ വേണ്ടിട്ടത് ഞാൻ ഓക്കെ സ്വന്തം സൈൻ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഐഡിയ ഐഡിയ കിട്ടിയോ നമുക്കിവിടെ നേരത്തെ ഇതാണ് ഇപ്പോൾ നിങ്ങൾ ഐഡിയ ഫസ്റ്റ് ഇത് ഇതാണ് നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഫസ്റ്റ് ചോദിക്കുന്ന ആൾക്കാണ് സൈൻ കൊടുക്കാം ഒരാൾക്ക് മാത്രം ഒരാൾക്ക് കഴിഞ്ഞ് പിന്നെ വേറെ കൊടുക്കുക അതില്ല ക്ലാസ് ഞാൻ ഇട്ടിട്ട് അടുത്ത ക്ലാസ് കൊടുക്കാൻ പാടില്ല ഓക്കെ ഒരാൾക്ക് മാത്രം സൈൻ എന്തായാലും പിന്നെ ഈ ചോദിക്കുന്ന ആളെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചോദിക്കാൻ ഞാൻ എനിക്കില്ല അവന് മാത്രം അതില്ല ഫസ്റ്റ് ആരാണോ അവർക്ക് വരുന്നത് അവർക്ക് സൈൻ കൊടുക്കണം ഓക്കെ ഓക്കെ നിന്നോളൂ നെക്സ്റ്റ് വൺ നിങ്ങളുടെ കൂട്ടത്തിൽ വെള്ളയല്ലാതെ തൊപ്പി ഇട്ടത് നിങ്ങൾ വെള്ള തൊപ്പി തരികയെന്ന് കൂട്ടില്ല മഞ്ഞ എന്ന് പറയണ്ട ഇല്ല രണ്ടിനാണ് അത് കൊടുക്കേണ്ടത് ഒന്നിനെ വേണ്ട ഒന്ന് കിട്ടിയില്ലെങ്കിൽ രണ്ടാണ് ഓക്കെ ഓക്കെ നമ്പർ 3 നിങ്ങളുടെ കൂട്ടത്തിൽ ചട്ടല്ലാതെ കുറച്ചുകൂടെ നീളമുള്ള സാധനം പരസ്പരം ഇടാൻ പാടില്ലേ പരസ്പരം ഇടാൻ പാടില്ലേ പരസ്പരം ഇടാൻ പാടില്ലേ പരസ്പരം ഇടാൻ പാടില്ലേ കറക്റ്റ് എണ്ണം ഉണ്ടാവുമല്ലോ കറക്റ്റ് എണ്ണം ഉണ്ടാവും ഓക്കെ ഓക്കെ ആ ഓക്കെ ബാക്ക് ഒന്ന് മാത്രം സീഡർ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല നേതാവ് മനസ്സിലായോ മനസ്സിലായോ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ ആണോ ആണോ എന്തുകൊണ്ടല്ല നേതാവിന്റെ നമ്മുടെ പൊതുവെ രീതിയില് നമ്മളത് ചോദിച്ചാ അങ്ങനെ നയിക്കുന്ന നേതാവ് നയിക്കുന്ന ആളാണ് നമ്മൾ നേതാവ് എന്നത് ഒറ്റ പറിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംബഡഡ് സെന്റൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എംബഡഡ് സെന്റൻസ് അത് ഒരു ട്രെയിനിങ്
ഉദ്ദേശിച്ചത് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഭൂമി കൂടുതൽ ഇടത്താണ് കരയാണോ കടൽ അത് പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആലോചിച്ചു ഭൂമി അതിനേക്കാൾ ഒരുപാട് മരങ്ങൾ ഒരുപാട് ഉയർന്ന താഴ്ന്ന ഭാഗം അതൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കടലിനേക്കാൾ കൂടുതൽ എന്ത് വരും കര വരും. ദ്വീപ് കുറവുള്ള ചെറിയ മലയൊക്കെ വരുമ്പോഴേക്ക് വീടാക്കോ വീടാക്കോ ഇല്ല വീടാക്കോ ഇല്ല. അപ്പോ ഈ തരത്തിൽ ഒരുപാട് ഡിഫറൻസ് ലീഡർഷിപ്പ്. പക്ഷെ നമ്മൾ അതിന് സംഗ്രഹിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുഡ് ലീഡറുടെ ഗുഡ് സോഷ്യൽ ലീഡറുടെ കുറച്ച് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്ലൈ ആയിരുന്നു ഓക്കെ. അപ്പോ എന്താണ് സംഗതി? നമ്മുടെ ലീഡർഷിപ്പിന്റെ ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ പറഞ്ഞതാണ് be a moral person. Next one, a good listen. A good listen. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കോളേജിൽ തന്നെ ആർട്സ് ഫെസ്റ്റ് ഒക്കെ നടക്കും, ഫെസ്റ്റ് ഒക്കെ നടക്കും. അത് ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻ മലയാള ഫെസ്റ്റ്. എല്ലാ സ്ഥാപനത്തിലും എല്ലാ സ്കൂളിലും എല്ലാ സ്ഥാപനത്തിലും ഏറ്റവും കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മത്സരം മലയാള ഫെസ്റ്റ്. ഏറ്റവും കുറവ് ഓഡിയൻസ് കാണുന്ന മത്സരം മലയാള ഫെസ്റ്റ്. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് പറയാൻ ഇഷ്ടമാണ്, കേൾക്കാൻ എന്തില്ല ഇഷ്ടം. സത്യല്ലേ? നിങ്ങളോട് ഞാൻ അരമണിക്കൂർ ക്ലാസ് വെച്ചാൽ നിങ്ങൾ അരമണിക്കൂർ എടുക്കും അല്ലേ? നിങ്ങളെ കൂടെ ഒരാൾ ക്ലാസ് എടുക്കുന്നതാണ് ഒരു അരമണിക്കൂർ ബ്രേക്ക് ചോദിച്ചാൽ ഒരാളാകും നിങ്ങൾ പറയും. നിങ്ങളിപ്പോ പറയാന് നിവർത്തില്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയാത്തത്. ഓക്കെ. അപ്പൊ എനിക്ക് പറഞ്ഞാൽ ലീഡറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണ്? ലിസണർ എന്നുള്ളത്. അപ്പൊ ഈ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ആളുകൾ നമുക്ക് ഇഷ്ടം പോലെ തരംതിരിക്കാൻ പറഞ്ഞില്ലേ, അതുപോലെ ആക്റ്റീവ് ലിസണർ ആയിരുന്നു. അവരെന്തായിരുന്നു എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവര് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവര് കേട്ടോണ്ടിരിക്കും. നിങ്ങളുടെ ക്ലാസ് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അതിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. പഠിപ്പിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ പറയും ഇല്ലേ, ശരിയാണെന്ന് പറയുന്നത്. അപ്പോ അവരെന്തായിരിക്കും ഗുഡ് ലിസണേഴ്സ്. ചിലരുണ്ടാവുന്നത് പാസീവായിട്ട് മുമ്പിൽ ഇരുന്നാലും എന്താവും കണ്ണു തുറന്നിട്ട് പറഞ്ഞ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ എല്ലാവരും പോകും എങ്ങനെയാ ചെയ്ത് ഈ കണ്ണ് തുറന്നു അയാൾക്കെന്താ കണ്ണ് തുറന്നിട്ട് ഒന്നും കണ്ണടക്കൂല, കണ്ണ് തുറന്നിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിലാണെങ്കിൽ അവരെന്തായിരിക്കും പാസി ബിസിനസ് എന്താ രസകരമായിട്ടുള്ള പറഞ്ഞാലും ഓരെന്താക്കൂല കേൾക്കൂല, ഇങ്ങനെ ന്യായം പോലെ. അടുത്തത് സെലക്റ്റീവ് ലിസണറാണ്. മനസ്സിലായില്ലേ? ബാബു നിക്കാണ് ഓക്കെ, ആളുകൾ അക്കൂട്ടത്തിലുണ്ടാവും ഇല്ലേ? നിക്കാന്റെ ബാബു ഇതുവരെ എന്താക്കിയിട്ടുണ്ടാവില്ല, തുടങ്ങി അന്ന് മുതൽ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണം. ബാക്കി തുടങ്ങി അന്ന് മുതൽ എന്തായിരിക്കും നിസ്കാരത്തിന്റെ ബാബു കഴിഞ്ഞിട്ടുണ്ടാവും, സക്കാത്തിന്റെ ബാബു കഴിഞ്ഞിട്ടുണ്ടാവും, മറ്റേ എല്ലാ ബാബുകളും അപ്പൊക്കെ ബേക്കിലായിരിക്കും. ഒരു പേജിങ്ങനെ നോക്കും, അടുത്ത പേജ് ബാബു നിൽക്കാം. ഞാൻ ഇനി നാളെ മുതൽ നല്ല കുട്ടിയായി മുമ്പ് തന്നെ എന്നിട്ട് എന്താ മുമ്പ് തന്നെ പോയിട്ട് ഇരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ഇഷ്ടമുള്ളത്. സെലക്റ്റീവ് ലിസണേഴ്സ്. നോക്കണ്ടേ? അപ്പോ എന്താകും? മുമ്പ് തന്നെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉണ്ടാക്കും. പ്രസംഗം വരും, ഇല്ല ട്രെയിനിങ് സെഷൻ ആണെങ്കിൽ ചില എന്താണെന്ന് വെച്ചാൽ സാറ് ഒരാള് സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറി അങ്ങനെ ആളുകൾ ബാക്കിയുള്ളതും കണ്ടന്റ് പറയുന്നത് സ്റ്റോറി ആണെങ്കിൽ പണ്ട് ഒരു രാജ്യത്ത് ഒരു കുറുക്കനാണ്, കഥയാണ്. കഥ ഇഷ്ടമുള്ള ആളുകൾ എന്താണ് പിന്നീട് അത് ലാസ്റ്റത് നമ്മുടെ എന്താണ് ഈ ക്രിട്ടിക്കൽ ബിസിനസ് ആണ്. എന്താണ് ക്രിട്ടിക്കൽ ബിസിനസ്?
വിമർശിക്കുന്ന ഒരു കേൾക്കുന്നതിന് എന്തിനാണ് കുറ്റം പറയാൻ, കേൾക്കുന്നതിന് എന്തിനാണ് കുറ്റം പറയാൻ. അങ്ങനത്തെ ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നാലാമത്തെ കൂട്ടത്തിൽ നമ്മൾ ചാനൽ ചർച്ചയിൽ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഒന്നുകൂടെ ജഡ്ജിമെന്റ് ഡിസ്നസ്. എന്തോ സാധനം എന്താ സമയം വെച്ചാൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഓക്കെ ആദ്യം തന്നെ അതിനെ ജഡ്ജ് ചെയ്യും. കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓക്കെ ഒരു മുൻധാരണ വെച്ചിട്ട് എന്താകും അവര് ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ വരുമെന്നാണ് വാല്യൂസ് കൂട്ടില്ല. വലിയ കാര്യം ഓക്കെ എന്താണ് ജഡ്ജ്മെന്റ് ബിസിനസ്. അപ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സിൽ എന്താണ് ആക്റ്റീവ് ബിസിനസ്. ഓക്കെ ചോക്ലേറ്റ് ആണ് നമ്മളെ ഭരണം പലതരത്തിൽ നമ്മൾ പൊട്ടിക്കാറുണ്ട് ഇല്ലേ? വീർപ്പിച്ച് എന്താകും പൊട്ടി ഊതി ഊതി വീർപ്പിക്കാനായിട്ടല്ലേ പറഞ്ഞത്. ചില വാക്കുകൾ നമ്മൾ മലബാർ പറയുന്ന വാക്കുകൾ ഇവിടെ പറഞ്ഞാലുണ്ട് ആദ്യം അത്രയും ശരിയാണ് ഓരോട് കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് വീർപ്പിക്കാനല്ല വ്യത്യാസം ഉണ്ടാവും. ഇത്രയും നിങ്ങൾ നമ്മൾ വീർപ്പിച്ച് വീർപ്പിച്ച് എന്താകും നാളെ പൊട്ടി. വേറെ എന്താകും നമ്മൾ വീർപ്പിച്ചിട്ട് എന്താകും ചില നമ്മൾ പിന്നെടുത്ത് കുത്തിയിട്ട് പൊട്ടി. പിന്നെന്താ ചാവട്ടി പൊട്ടി. വേറെ കളിച്ച് പൊട്ടി. പിന്നെ ബ്ലേഡ് വെച്ചിട്ട് സൂര്യന്റെ വീട് വെച്ചിട്ട് എന്താകും പൊട്ടിക്കും. ലെൻസ് വെച്ച് ചൂടാക്കിയിട്ട് ബലൂൺ ഇതുവരെ പൊട്ടിച്ചെത്ര ആൾക്കാരുണ്ട്? പിന്നുകൊണ്ട് പൊട്ടിച്ച ആളുകളുണ്ടാവും. അതിനെന്താ പ്രത്യേകത എന്തെങ്കിലും എല്ലാവർക്കും ബലൂൺ നിങ്ങൾ അത് കെട്ടിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഭാഗത്ത് നിങ്ങളുടെ എല്ലാം ഒരേ സമയം വേണം. ഓക്കെ, പിന്നെ നിങ്ങളെ ബലൂണിന്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഓക്കെ, നിങ്ങളുടെ കളർ ഏറ്റവും നല്ല കളർ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ ബലൂൺ അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസിനകത്ത് ഫോളോ ചെയ്യാം. 2-3 എല്ലാം ഒരേ സമയത്ത് പൊട്ടുമ്പോഴേ എന്തുണ്ടാവുള്ളൂ ഒരേ സൗണ്ട് ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ LKG-യിലോ 1-ലോ 2-ലോ 3-ലോ LKG-യിലോ 1-ലോ 2-ലോ 3-ലോ പഠിക്കും. നിങ്ങൾ ബലൂൺ സമ്മാനം അപ്പോൾ അതൊക്കെ നിങ്ങൾ ആലോചിക്കാം. ആരോടെങ്കിലും ഞാൻ ബലം പൊട്ടിക്കാൻ പറഞ്ഞു. സോഷ്യൽ ലീഡറുടെ മറ്റൊരു ക്വാളിറ്റിയാണ് പരീക്ഷ ഓക്കെ. ഇതിലെന്താണ് മെയിനായിട്ട് നമുക്ക് വേർഡ്സ് കേൾക്കുന്നത് നമുക്കറിയാം എന്താണ്. ഒരു സാധാരണ നമ്മുടെ ലീഡേഴ്സിനെ പറ്റി
പൊളിറ്റിക്കൽ ആവട്ടെ മറ്റെന്ത് ലീഡേഴ്സിനാവട്ടെ സമയത്തെത്തോടെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ സമയത്ത് തുടങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞ സമയത്ത് എത്തിയിട്ടുണ്ടോ? മുമ്പ് ഈ അടുത്ത് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. കൃത്യസമയത്ത് ഞാൻ എത്തിച്ചെന്നപ്പോൾ ഞാൻ കണ്ട കാര്യം വന്നിട്ട് ബാക്കിൽ ഒരു ഫോട്ടോ അവിടെ കേന്ദ്രക്കാരുണ്ട്, മൈക്ക് ഓപ്പറേറ്റർ ഉണ്ട്, മുമ്പിൽ കാലിയായിട്ടുള്ള സീറ്റ് ഉണ്ട് ഉള്ളതാണ്. എനിക്ക് അടുത്ത് വന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ലീഡർമാരെ എത്തിയാൽ പോലും ആൾക്കാർ എത്തില്ല. എന്നാൽ ആളുകളുടെ മൈൻഡിൽ എന്താണ് 5 മണിക്ക് എത്തുന്ന പറഞ്ഞാൽ അയാളുടെ 6:00 എത്തുള്ളൂ. അതെന്തല്ല ഒരു ഗുഡ് ലീഡറുടെ. ചില ആളുകളുണ്ടാവും ആളുകളൊക്കെ വന്നിട്ട് തന്നെ വിളിച്ച് അപ്പം ഞാൻ പറ്റും. അതെന്തല്ല ഒരു ഗുഡ് ലീഡർ. നിങ്ങളൊരു സമയത്ത് എത്താൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആവും, ഇപ്പൊ ട്രാഫിക് ആവാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടാകും. You have to inform. Okay. Okay, what is standard? And close your eyes. Close your eyes. Okay, open your eyes. Okay, ഞാൻ നിങ്ങളോട് close your eyes. Start എന്ന് പറഞ്ഞു. Okay, 2 minutes ആയി എന്ന് ഉറപ്പിടുക. എന്താ? ഞാൻ നിങ്ങളോട് ഐസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, റെഡി സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ 2 minutes ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്ക് ഇരിക്കാം. റെഡി? ക്ലോസ് യുവർ ഐസ്. നിങ്ങളോട് ഗെയിം സ്റ്റാർട്ട് ചെയ്ത് 2 minutes ആയാൽ ഇരിക്കാൻ പറഞ്ഞു. ആദ്യത്തെ ആൾ ഇരുന്നത് അദ്ദേഹം 40 സെക്കൻഡ് ആയിരുന്നു. 40 സെക്കൻഡ് ആയിരുന്നു. ഒരു മിനിറ്റ് പോലും ആവുന്നതിന് മുമ്പ് അദ്ദേഹം രണ്ടാമത് വരുന്ന ആൾ 46 സെക്കൻഡ് ആയിരുന്നു. അതായത് രണ്ടാമത് വരുന്നത് 46 സെക്കൻഡ്. പിന്നുള്ളത് ആൾ 50 സെക്കൻഡ്, 52 സെക്കൻഡ്, 52 സെക്കൻഡ്, 70 സെക്കൻഡ്. അദ്ദേഹം ഇവർ രണ്ടുപേരാണ് ഏറ്റവും ലാസ്റ്റ് ഇരുന്ന ആൾക്കാർ. നമ്മുടെ ലീഡർ ഇരുന്ന സമയം 1 മിനിറ്റ് 36 സെക്കൻഡ് ആണ്. എല്ലാവരും എന്താ ഇരിക്കാതെ വെച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇരുത്തിയത് സമയം 1 മിനിറ്റ് 45 സെക്കൻഡ് ആണ്. അദ്ദേഹം കഴിഞ്ഞിട്ട് നമുക്ക് സമയം ബാക്കിയിട്ട് ഏതാണ്ട് 1/4 മിനിറ്റ് ബാക്കിയുണ്ട്. ആദ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം ബാക്കിയിട്ട് 1 മിനിറ്റും 20 സെക്കൻഡും ബാക്കിയുണ്ട്. പകുതി സമയം പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ല. നമ്മുടെ ഒരു ടൈം കാൽക്കുലേഷൻ ലെവലാണ് നമുക്ക് എന്നെ ഒന്ന് ഐഡന്റിഫിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ. ഇതേ ഇരുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാവരും കഴിയാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? എല്ലാവരും ഇതാക്കി അല്ലെങ്കിൽ പറഞ്ഞു എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ആദ്യം ഒരാൾ ഇരുന്ന സൗണ്ട് കേട്ടപ്പോൾ മറ്റേ തോന്നിയത് സംഗതി സമയമായിട്ടുണ്ട് അല്ലേ? 1-2 പേര് ഇരുന്ന സൗണ്ട് കേട്ടപ്പോൾ നമുക്ക് ഏറെക്കുറെ സമയം ആയിട്ട് നമുക്ക് ഇരിക്കാം. ആ സമയത്ത് ഏതാണ്ട് 1 മിനിറ്റ് സമയം ആയിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് നമുക്ക് വേണ്ടത്? എവിടെയാണ്? 2-3 കാര്യങ്ങൾ. ഒന്ന് നമ്മുടെ പ്രോപ്പർ ടൈം. അത് ഈ ജസ്റ്റ് എക്സാമ്പിൾ ആണ്. നമുക്ക് എക്സാം ഉണ്ട്, നാളെ എക്സാം എടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് പോർഷൻ പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കും പഠിച്ചോനെ ഇപ്പോൾ പഠിച്ചാൽ തീരൂല, അതിന് മാത്രം സമയം എനിക്ക് ഇല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന സമയം തന്നെ പഠിച്ചാൽ എന്തായാലും ചിലപ്പോൾ പോർഷൻ തീരാൻ പറ്റും. യെസ് ഓർ നോ? യെസ്. നമുക്കൊരു ടാസ്ക് തന്നു. നമ്മുടെ ലീഡർ ഒരു ടാസ്ക് പുസ്തകം ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെ നമ്മുടെ ഡീറ്റെയിൽസ് എടുക്കണം. അവരുടെ വീട്ട് അഡ്രസ് വേണം, അവരുടെ കംപ്ലീറ്റ് ഫോൺ നമ്പർ എല്ലാം കൂടെ വേണം. അരമണിക്കൂർ കൊണ്ട് എനിക്ക് സാധനം തരാം. നമ്മുടെ ലീഡർ ഇതെന്താണ് ആകെ അരമണിക്കൂർ ക്ലാസ്സിൽ ഇത്രയും 10-50 കുട്ടികളുണ്ട്. ഇത്രയും പേരെ കാണിക്കാൻ വേണ്ടി ഈ സമയത്തിനുള്ളിൽ ഇതാകാം. പക്ഷെ ടൈം കറക്റ്റ് ഒന്ന് മാനേജ് ചെയ്താൽ നമുക്ക് ആ സമയം മതിയോ? എന്നാലും ബാക്കി ഉണ്ടാവില്ലയോ? നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? നമ്മുടെ ടൈം കാൽക്കുലേഷൻ ബന്ധമല്ല, കറക്റ്റ് അല്ല. നമ്മുടെ ഈ മൈൻഡ് ഇതായി എന്ന് തോന്നുമ്പോൾ പോലും അതിന്റെ ഇരട്ടി സമയം നമുക്ക് ബാക്കിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഡെഡിക്കേഷൻ ആണ്. അത് കൂടുതൽ ടീച്ചർ സമയം വൈകി സ്പീഡായിട്ട് എന്താണ് ഡെഡിക്കേഷൻ? എന്താണ്? എന്തെങ്കിലും ഒരു ടാസ്ക് ഏൽപ്പിച്ചാൽ അതിനെന്താണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ? നമ്മളെന്തോ പരിപാടി തീർന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഞാനൊക്കെ പറയുന്ന എക്സാമ്പിൾസ് നമ്മുടെ കോളേജിൽ വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്കിപ്പോൾ യൂണിയൻ ഇല്ലേ? യൂണിയൻ്റെ ആരെങ്കിലും ഉണ്ട്? പ്രസിഡന്റ് ഉണ്ട്.
നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ട്. എന്ത് ആർട്സ് ടെസ്റ്റ് നടത്തുന്നത് യൂണിയനാണ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ ബാക്കിയുള്ള പരിപാടി വൈകുന്നേരം കളിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ രാവിലെ നമുക്ക് ഒരു ഉറക്കുണ്ട്, അത് നമുക്ക് മുടക്കാൻ പറ്റൂല. 10 മണിക്ക് തന്നെ കടന്നു തുടങ്ങാൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? കക്കൂസ് പോയാൽ അരമണിക്കൂർ ചില ആളുകളുണ്ട് എത്ര സമയം തന്നെ ഇരുന്നാലേ അവർക്ക് കഴിക്കാൻ പറ്റും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. കുളിക്കാൻ 1 മണിക്കൂർ വേണം, അതിനൊന്നും കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് ഈ പണി തീരുമോ? ഇല്ല. അപ്പൊ എന്ത് വേണം? ഈ പണിക്ക് വേണ്ടി നമ്മുടെ മനസ്സിൽ അല്ലേ? അതിന് വേണ്ടി നമ്മൾ ഇത് തീർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബാക്കിയുള്ള സംഗതികളൊക്കെ ഇതിന്റെ ബാക്കിലേക്ക് വരും. Am I right? Yes or no? Yes. Next one. ഇത് വളരെ ഇതാണ് നമ്മൾ പൊതുവെ എല്ലാ വിഷയങ്ങളിലും നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. എന്താണ് പോസിറ്റീവ് തിങ്കിങ്? എന്താണ് പോസിറ്റീവ് തിങ്കിങ്? എന്താണ് പോസിറ്റീവ് തിങ്കിങ്ങിൽ എല്ലാത്തിനെ കുറിച്ച് പോസിറ്റീവായിട്ട് ശുഭാപ്തി വിശ്വാസം, അത് ഒപ്റ്റിമിസ്റ്റ് ആണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അതന്നെ പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് അല്ല, നെഗറ്റീവ് തിങ്കിങ് അല്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഏൽപ്പിച്ചാൽ അത് നടക്കൂല. ആദ്യം മുൻകാരുണ്ടാകും. നമ്മുടെ ഈ ഇതിനൊരു സ്റ്റോറി നമ്മൾ പറയാറുണ്ട്. ഒരാൾ വളരെ അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്യും, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്യും. എന്നിട്ട് ഡ്രസ് ചെയ്തതിന് ശേഷം എന്താക്കി, അയാൾ ദേഷ്യത്തിൽ പോയിട്ട് നിന്നു. അയാൾ എന്ത് വിഷയം ചോദിച്ചാലും ഇയാൾ പോസിറ്റീവായിട്ട് മാത്രമേ അയാൾ ആൻസർ പറയുള്ളൂ. എന്ത് കാര്യമെങ്കിലും അയാൾ മുഴുവൻ പറ്റി സാറല്ലേ എത്രയൊക്കെ വന്നിട്ടുണ്ട്. അയാൾ ഒരു ആക്സിഡന്റിൽ വന്നു, അയാൾ കാൽ ഒടിഞ്ഞു പോയി. അപ്പോഴും അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്താണ് ഒരു കാലല്ലേ പോയി കൊടുക്കും അല്ലേ? അപ്പൊ എല്ലാ വിഷയത്തെ കുറിച്ചും പോസിറ്റീവ് മാത്രം പറയുന്നവരാണ്. ഇപ്പൊ നാട്ടിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അയാൾ സഭയിൽ കൂടിയിട്ട് എന്താക്കും, അയാൾ ഒരു പോസിറ്റീവ് കാര്യം. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞാലും കറണ്ട് പോയാൽ അത് പോസിറ്റീവ്. എന്തായാലും ഇയാൾ പോസിറ്റീവ്. ഇയാളുണ്ടാക്കി ഒരു കാര്യങ്ങളുമായിട്ട് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് അയൺ ചെയ്ത് നല്ല സൂട്ടൊക്കെ ഇട്ട് എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ കാക്ക സ്വാഭാവികമായിട്ടും ബസ് സ്റ്റാൻഡിൽ നിന്ന് വരാൻ ആളുകൾ ഒരുപാട് ഉണ്ടാവും. നിങ്ങളുടെ മേധാവി കപ്പി കിട്ടിയിട്ടുണ്ടോ? കാക്ക ഉണ്ടാവും. ചിലപ്പോൾ എന്തായാലും ആ കപ്പിട്ട് നമുക്ക് മുടിഞ്ഞ കാക്ക നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറയും. പ്രത്യേകിച്ച് നമ്മളൊരു കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഈ കാക്ക നമ്മൾ ചിന്തിക്കും. ഇപ്പൊ ഇയാളെ കാക്ക കപ്പിയിട്ട് അപ്പൊ ആൾക്കാരൊക്കെ ആണെങ്കിൽ അയാൾ പറയുന്ന ആളാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഓനൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അയാൾ പടച്ചോനെ പോത്തിനും പശുവിനും ചിറക് കൊടുക്കില്ല. അങ്ങനെ പോത്തിനും ഇയാൾ മൊത്തം എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ലവബിൾ പേഴ്സൺ. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിയന് പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി, അതൊക്കെയാണ് നമ്മുടെ ഏരിയാസിൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് പോലും നിങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നാൽ ചില ആളുകൾ ചെറുതായിട്ട് ഒരു ബിഗ് കൺവീനർ അവർ ലിസ്റ്റ് ചെയ്യാതെ ഫുള്ള് പാടും. മനസ്സിലായില്ലേ? അവരോട് ഈ സിംഗേഴ്സിന്റെ ലിസ്റ്റ് ചെയ്താൽ പറഞ്ഞപ്പോൾ ഇയാൾ ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ടാക്കി പിന്നെ കഥ എഴുതിന് താല്പര്യമുള്ള പേര് ഇയാളോട് പറഞ്ഞതാണ് സിംഗേഴ്സിന്റെ ലിസ്റ്റ് ചെയ്താണ്. ആ സമയത്ത് സാരല്ല, ക്ഷമിക്കാം. നേരെ എന്ത് ചെറുനായോടെ 4 ഷൗട്ട് ചെയ്താലോ ലീഡേഴ്സിനെ കുറിച്ച് പൊതുവെ നമ്മൾ പറയാറുണ്ട്. ലീഡർ എന്ന് പറഞ്ഞാൽ എന്തല്ല, എത്ര അനുയായികളുണ്ട് എന്ന് പറയാൻ. മറിച്ചെന്താണ്, എത്ര ലീഡേഴ്സിനെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു ലീഡർ എന്ന് നമ്മൾ പൊതുവെ എല്ലാ വേദിയിലും പറയുന്നത്. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ആവട്ടെ, എനിക്കിപ്പോ വിങ് കൺവീനർ ആവട്ടെ, ആരാണെങ്കിലും എന്ത് ചെയ്യാം, എല്ലാ ആളുകളെയും വളരെ ഒരുമിച്ച് അവരെ സ്നേഹത്തോടു കൂടി അടുത്ത പോയിന്റതാണ്, അവരെ വളരെ സ്നേഹത്തോടു കൂടി അവരെ ചേർത്ത് നിർത്താൻ ആർക്ക് പറ്റണം? ലീഡർക്ക്. നിങ്ങൾക്ക് ഒരു ചാർജ് ഉണ്ട്. ഇപ്പൊ ക്ലാസ് ലീഡർ ചാർജ് ഉണ്ട്. ക്ലാസ് ലീഡറിന്റെ ചാർജ് നോക്കൂ. എന്താ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ അപ്പൊ നമുക്കൊരു ചുമതല. ക്ലാസ് ലീഡർ ചാർജ് ആണെങ്കിൽ
കൈകാര്യം ചെയ്യാം. ചില ആളുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുന്ന വെച്ചാൽ നമുക്ക് പേര് കൊടുക്കുന്ന നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കൊടുത്തില്ല കോളേജിൽ പൊതുവെ ഉണ്ടാകാറുണ്ട്. ഓരോ കുറച്ച് ശിങ്കിടികളായിരിക്കും. ഓരോ പരിപാടി എന്താണ് മെല്ലെ അല്ലേ? നേരെ മറിച്ച് ഒരാൾ ബുക്ക് കൊടുക്കുമ്പോൾ വെള്ളം നമുക്ക് ഓരോ വികൃതി ഉണ്ടാവും. നമ്മൾ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ചിലർ വികൃതി എന്തായിരിക്കും ആദ്യം കൊടുത്തിട്ട് ഒരു പാട്ട് ഓടിപ്പോ എന്നിട്ട് പാട്ടേ കൊണ്ടറിയും. നിങ്ങൾ ചെയ്യാറുണ്ടോ? വേറെ കുറച്ച് പരിപാടി ഉണ്ടാവും. കപ്പിൽ വെള്ളം പിടിച്ചു വെച്ച് അടുത്താൾ വരുമ്പോൾ പൊന്തിച്ച് മുമ്പിലേക്ക് ഇടും അല്ലേ? അപ്പൊ മറ്റേ ആളെ പരിപാടി എന്താണ് ചെയ്യുന്ന ആളെ പേര് എഴുതിയിട്ട് കൊടുത്തത്. ആ സമയത്ത് നേരെ മറിച്ച് ലീഡർ ആണെങ്കിൽ ഒരു തവണ കാട്ടുമ്പോൾ അങ്ങനെ ചെയ്യരുത്. അത് മറ്റൊരു മേലുണ്ടാവും. വെള്ളം വളരെ കെയറിംഗ് ആയിട്ട് സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ ഇവര് അതിനെ ചെയ്യാൻ തോന്നുന്നില്ലയോ? എന്താ മോട്ടിവേറ്റ് എന്താണ് ആളുകളെ അങ്ങ് എൻകറേജ് ചെയ്യാം. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മളെ എൻകറേജ് ചെയ്യാൻ പറ്റണം. നമ്മുടെ ടാസ്ക് മനസ്സിലായി. ഉദാഹരണത്തിന് പ്രസംഗ മത്സരത്തിൽ ആദ്യമേ ഇയാൾ പറയുന്നത് പ്രസംഗ മത്സരത്തിൽ പോയിട്ടൊരു കാര്യമില്ല. അവന്റെ പോയിട്ട് എന്തില്ല ഒരു കാര്യമില്ല. ഓരോ ഭയങ്കര ഇല്ലേ? നേരെ കുട്ടികളാണ് എന്ത് ചെയ്യും പങ്കെടുത്ത് നോക്ക്. അവരെ തെറ്റി പോവാം. നിങ്ങൾക്ക് ആ സമയത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ആളുകളെ എന്ത് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയണം? ലീഡർക്ക്. ലീഡർ പറഞ്ഞു കുടഞ്ഞാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? എങ്ങനെ ഹൈ എക്സ്പെക്ടേഷൻ നമ്മൾ മാക്സിമം പ്രതീക്ഷ എന്ന് വേണം നമുക്ക് ഒരു വിഷയത്തിൽ വേണം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ ഇന്ന ഒരു ടാസ്ക് ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിൽ എന്താണ് ഒരിക്കലുമില്ല അത് ആ 50% കഴിയും എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചാൽ നമ്മൾ എത്ര ശതമാനം ചെയ്യുള്ളൂ? 25% ചെയ്യുള്ളൂ. മുസ്താദ് തരുന്ന ടാസ്ക് ചിലപ്പോൾ 2 മണിക്കൂർ നമ്മൾ ടാസ്ക് ചെയ്യും. അത് ചിലപ്പോൾ 30 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മൾ എന്താണ് ഇത് എത്രയുള്ളൂ നമുക്ക് ചെയ്യാം. യു ഗോട്ട് ഇറ്റ്? യു ഗോട്ട് ഇറ്റ്? അതേപോലെ എന്തായിരിക്കണം സെൽഫ് സ്റ്റാർട്ട്. സെൽഫ് സ്റ്റാർട്ട് എന്നാണ് എന്താണ്? ഈ അടുത്തൊരു വീഡിയോ നമ്മുടെ ഉടൻ പണത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എനിക്കറിയില്ല. വാട്സപ്പ് ഉപയോഗിക്കുന്നതൊക്കെ ക്ലാസ്സിലായതുകൊണ്ടാണ് ഒന്നിപ്പോ നമ്മുടെ ഇപ്പോൾ വീഡിയോയിലൊക്കെ ടാസ്ക് കൊടുക്കും. ടാസ്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റോട് ഇതിനാണ് 30 മിനിറ്റ് കൊണ്ട് എല്ലാ ആളുകളുടെയും പേര് കണ്ടതും കംപ്ലീറ്റ് ആക്കാൻ ഒറ്റയടിക്ക് ഇയാളുടെ സമയം കൊണ്ട് നടക്കും. 10 മിനിറ്റാണ് സമയം വെച്ചാൽ കൊടുക്കും. നിങ്ങളെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ആരുടെ മൈൻഡിൽ വരിക 10 മിനിറ്റ് കൊണ്ട് നടക്കില്ല. അവിടെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മൾ കാണേണ്ടത്. കൊളാബറേഷൻ, ഡീസെൻട്രലൈസേഷൻ. എന്താണ് ഡീസെൻട്രലൈസേഷൻ? എന്താണ്? അപ്പൊ നമ്മൾ ലീഡർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരാളുടെ ഇതിന്റെ ബെഞ്ചിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരാളെ വെച്ചിട്ട് എഴുതാം. ഇവിടെ ഒരാളെ എഴുതിക്കുക ഈ വെച്ചിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എത്ര മിനിറ്റ് മതി? എത്ര മിനിറ്റ് മതി? 3 മിനിറ്റ് കൊണ്ട് നോക്കിയിട്ട് ഒറ്റ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചാലോ നടക്കുക. ലീഡർ ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ സ്വന്തം അയാളെന്നെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അയാളെന്നെ സ്റ്റേജ് എടുക്കും അല്ലേ? അയാളെന്നെ ആളെ വിളിക്കും, അയാളെന്നെ ചെയർ എടുക്കും, അയാളെന്നെ സ്വാഗതം പറയും, പറ്റുകയാണെങ്കിൽ അയാളെന്നെ അധ്യക്ഷിക്കും. എല്ലാം ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മൾ ഭയങ്കര വിശാലം അയാൾ പല കാര്യങ്ങൾ സ്വന്തം ചെയ്തു. ആ ഒരു ലീഡർ അല്ല. എന്തുകൊണ്ട്? അയാൾക്ക് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് വേ എന്താണ്? നാലാൾ കൊടുക്കുക, ഒരാളോടെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കാറുണ്ട്. റിസപ്ഷൻ കമ്മിറ്റി, മറ്റേ കമ്മിറ്റി. ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ടാണ്? നമ്മുടെ പ്രോഗ്രാം കോർഡിനേഷന്റെ ഭാഗം. അപ്പൊ ആ ടീം ഉണ്ടാക്കിയാൽ മതി. അത് ഓക്കെ. ഇയാളെ ചുമതല എന്താണ്? ഓരോ ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു കൊടുക്കാൻ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ സ്വന്തം എല്ലാ കാര്യങ്ങളും പ്രസിഡന്റ് തന്നെ എല്ലോ ചെയ്യണമെന്നില്ല. പ്രസിഡന്റ് ചെയ്യുക, പിന്നെ ക്യാഷ് പ്രസിഡന്റ് നോക്കുക, അങ്ങനെ ക്യാഷ് ട്രഷറർ അല്ലേ? ആ രൂപത്തിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് നമ്മുടെ ഡെയിലി കാര്യങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. ഇത് ഒരുപാട് എന്താ പറയുക ഒരു സെഷൻ തന്നെ ചെയ്യാനുണ്ട്. നമ്മൾ
കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ നിങ്ങൾക്ക് സെഷൻ എത്തിക്കേണ്ടതുണ്ട് ഇല്ലേ? ഒരു സെഷൻ തന്നെ ചെയ്യാനുണ്ട്. ഒന്നുമില്ല, കാര്യങ്ങൾ വൃത്തിയിലും വെളുപ്പിലും പറയുക. നമ്മൾ പറയുന്ന സന്ദേശങ്ങൾ കൃത്യമായി ആൾക്കാർക്ക് മനസ്സിലാക്കും. ചിലവരുണ്ടാവും അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നവരുണ്ട്. പറയുന്ന ഇയാൾക്ക് മനസ്സിലാവില്ല, നമുക്കും മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇല്ല. പക്ഷെ നേരെ മറിച്ച് നമുക്കെന്നാൽ ഒരു 2 മണിയാകുമ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു പിന്നെ ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന് നന്നായിട്ട് പ്രസംഗിക്കണം എന്നുള്ള അർത്ഥമൊന്നുമില്ല. നമ്മൾ പറയുന്ന ആശയങ്ങൾ കൃത്യമായിട്ടുണ്ടാക്കണം. അതിന് ടീം വർക്കറായിരിക്കണം. ടീം വർക്കറായിരിക്കണം. 2 ടൈപ്പ് ഓഫ് ലീഡർഷിപ്പാണ് നമ്മൾ പൊതുവെ പറയാറുള്ളത്. ഒന്ന് എന്താണ്? ഒന്ന് ഒരു ലീഡർ, ഒന്ന് ബോസ്. ബോസ് നമ്മുടെ പരിപാടി അത് ചെയ്യണം, ഇത് ചെയ്യണം. ഇയാൾ ഒന്നാണ് എന്താക്കൂല, ഇയാൾ എന്താക്കും, ആൾക്കാരെ കൊണ്ട് ചെയ്യും. അങ്ങനെ അവര് ചെയ്യുന്ന സ്വന്തമായിട്ട് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യും അല്ലേ? അപ്പൊ അത് ഒരാൾ മാത്രമാണ് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് അവരെ ഒരു ബെഞ്ച് അതാണ് ലീഡർ. ഇതുണ്ടല്ലേ, 2 വ്യത്യാസം കണ്ടില്ലേ? ഒരു വർക്ക് വരുമ്പോൾ ലീഡർ എന്താക്കും, മുന്നിൽ നിന്ന് എന്ത് ചെയ്യും? ലീഡർ ചെയ്യും. ബോസ് ആവുമ്പോൾ എന്താക്കും, ഇവിടുന്ന് കൽപ്പിക്കും, വലിക്കടാ. മനസ്സിലായില്ലേ? ഇതാണ് ഈ ഒരു സംഗതി. നെക്സ്റ്റ് വൺ, എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. അത് പിന്നെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുമില്ല, കുറച്ച് തമാശകളൊക്കെ ഒരു ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഉണ്ടാവില്ലല്ലോ. എന്നാലേ നേരെ മറിച്ച് മറ്റേ എന്നാ ഒരു തമാശ എന്നിട്ടുണ്ടാവും. അങ്ങനെയാണോ? ഇല്ല, നമ്മൾ നേരെ സ്റ്റിയറിൽ വളർത്തുകയാണെങ്കിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. ഇന്ന് തമാശകൾ അല്ലേ? എനിക്കൊരു തമാശ, ഒരു തമാശ ഇങ്ങനെ എഴുതി വെച്ച് എല്ലാവരും പഠിച്ചേക്കാം. എന്നിട്ടെന്നല്ല ഞാനൊരു തമാശ പറയുന്നത്. അപ്പൊ ഞാൻ നല്ല ലീഡറായോ? ഇതാണ് ക്രൈസിസ് മാനേജ്മെന്റ് സ്കിൽ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഇതാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഒരു പ്രശ്നമായിട്ടോ കരയാൻ ആര് വേണ്ട? ലീഡർ വേണ്ട. അതിന് 1000-5000 വേണ്ട. കാരണം എല്ലാവരും കരയുന്നുണ്ട്. പക്ഷെ ആ 5000 കൂടാക്കിയിട്ട് ആ ക്രൈസിസ് എന്താക്കണം? ഇയാള് അതാണ് അയാളുടെ ക്വാളിറ്റി. ആ സമയത്ത് എന്ത് കറക്റ്റ് ഡിസിഷൻ അയാളുണ്ടാക്കണം. മനസ്സിലായില്ലേ? മൊത്തത്തിലൊരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് നമ്മൾ പ്രളയത്തിൽ കേൾക്കാം, ഭയങ്കര തിരമാലകളൊന്നും ആളുകളുടെ സ്വത്തുകളൊക്കെ എന്താക്കി നഷ്ടപ്പെട്ട ആളുകളെ കൊണ്ട് നഷ്ടമായിരിക്കുകയാണ്. ആളുകളൊക്കെ കടന്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ആ സമയത്ത് അവരെ ആശ്വസിപ്പിച്ച് തൽക്കാലം നിങ്ങൾ എന്താക്കി മാറി നിൽക്കും. കാരണം ഇപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശം അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് വെള്ളം ഇപ്പോഴും എന്താണ് സേഫാണ്. നമുക്ക് തൽക്കാലം മാറി നിൽക്കും. എങ്ങനെ നമുക്ക് അവരെ മനസ്സിലാക്കി പിന്നീട് അധികാരികളെ കണ്ട് കൃത്യമായി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് കൂട്ടത്തിൽ കരയാൻ ആര് വേണ്ട? നമ്മളൊക്കെ പറയാറുണ്ട്, ആൾക്കൂട്ടങ്ങളിലെ തലയാവാൻ ആർക്കും പറ്റും അല്ലേ? കുറെ ആളുകൾക്ക് ഒരാളാവാൻ ആർക്കും പറ്റും. പക്ഷെ ആൾക്കൂട്ടത്തിലെ തലച്ചോറാവാൻ ആദ്യം പറ്റുള്ളൂ, ഒരു നേതാവിനെ പറ്റുള്ളൂ അല്ലേ? ആൾക്കൂട്ടത്തിലെ തലച്ചോറാവാൻ ആർക്കെ പറ്റുള്ളൂ, നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യും. ഒരു പ്രശ്നമുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ട്. ആ സമയത്ത് എന്താ ചെയ്യാന്ന് ചോദിക്കാൻ ആര് വേണ്ട? ലീഡറാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ നേരത്തെ പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞില്ലേ? അതിനോട് ചേർന്ന് പറയുന്ന ഒരു കാര്യമാണ് ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം ഉള്ള ആളായിരിക്കണം. എന്താണ് ഈ വേർഡ് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം. എന്താണ് ഒരു സംഗതി ചെയ്യുമ്പോൾ എന്താണ് ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു ഗുരുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഗുരുവേ എനിക്ക് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ട് തന്നെ കാര്യമില്ല, ഞാൻ മരിക്കാൻ പോകുന്നു. അപ്പൊ ഗുരു പറഞ്ഞു, നീ മരിക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എനിക്ക് തരണം. എന്നിട്ട് ഗുരു അയാളോട് പറഞ്ഞു, നിന്റെ കണ്ണ് എനിക്ക് വേണം, നിന്റെ ഒരു കണ്ണിന് ഞാൻ 3 ലക്ഷം രൂപ തരാം. അങ്ങനെ 2 കണ്ണ് എനിക്ക് 6 ലക്ഷം രൂപക്ക് എനിക്ക് തരണം. രണ്ടാമത് അയാളോട് പറഞ്ഞതിന്റെ 2
വേണം, ഞാൻ അതിന് 5 ലക്ഷം രൂപ തരാം. പിന്നീട് അയാളോട് പറഞ്ഞു, നിന്റെ തലച്ചോറ് ഒടാനും കോശങ്ങളുള്ള ശാസ്ത്രത്തിന് പോലും ഇപ്പോഴും വികസിപ്പിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോശങ്ങളുള്ള നിന്റെ തലച്ചോറ് എനിക്ക് വേണം, ഞാൻ അതിന് 50 ലക്ഷം രൂപ തരാം. അപ്പൊ ഇയാൾ പറഞ്ഞു, ഗുരുവേ ഞാൻ ആത്മഹത്യ ചെയ്യില്ല. കാരണം അത്രക്ക് വാല്യൂ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിങ്ങളെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിങ്ങളെ ഈ കരിയർ ഭാഗത്ത് വരുന്നത് അങ്ങനെയാണ്. അപ്പൊ പല്ല്, നമ്മുടെ ഈ പല്ലുകളുണ്ടല്ലോ, ഈ പല്ലുകൾക്ക് ഇപ്പോൾ ഡിമാൻഡാണ്. ആ പല്ലുകൾ അതേ റേഞ്ചിലുള്ള ആളുകൾ വാങ്ങാൻ ഒരുപാട് ആളുകൾ പല്ല് വെപ്പ് പല്ലൊക്കെ വെച്ചിട്ട് പോകുന്ന ആളുകളില്ലേ, ഒറിജിനൽ പല്ലിന് ഇപ്പൊ അതിന്റെ ഡിമാൻഡ്. ഇതിൽ പറയുന്നത് ഈ നാനോ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രശാഖകൾ എന്താണ് പറയുന്നത്, അതിലിതാണ് എന്ന് വെച്ചാൽ ഒരു ജീന് ഇപ്പൊ നമ്മള് ഓരോ സമയത്ത് വളരെ ഇപ്പൊ നമ്മള് എന്താ പറയുക ബീജം തമ്മിൽ പുറത്തെടുത്തിട്ട് പിന്നെ മൃഗങ്ങളൊക്കെ കുത്തിവെക്കുന്ന ഒരു സിസ്റ്റമാണ്. അതോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് നാനോ ബയോടെക്നോളജി വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ദിൽഷാദിന്റെ നിറവും അവന്റെ ഹൈറ്റും അവന്റെ ക്വാളിറ്റിയും അവന്റെ ചിന്താശക്തിയും ഒക്കെ ഉള്ള ജീനുണ്ടാവും. മനസ്സിലായോ? ആ ജീന് നമ്മൾ പറയൂലേ, നമ്മൾ നെല്ല് ഇങ്ങനെ നെല്ല് മുളപ്പിക്കൂലേ, വിത്തിട്ട് നെല്ല് മുളപ്പിക്കുന്ന ഒരു ജീനിട്ട് എന്നെ കൊണ്ടുവരും, പുതിയ ദിൽഷാദിനെ കൊണ്ടുവരും. അതേ ഹൈറ്റിൽ, അതേ ആകാരത്തിൽ, അതേ ചിന്താശക്തിയിൽ, അതേ ആരോഗ്യമുള്ള ഒരു ദിൽഷാദിനെ കൊണ്ടുവരാം. അങ്ങനെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശാസ്ത്രം ഉണ്ടാക്കാൻ ഇപ്പോൾ തിരിച്ചെടുക്കുന്നത് APJ അങ്ങനെ തുടങ്ങിയ ആളുകളെ മരിച്ചുപോയി. മരിക്കാത്ത ആളുകളിൽ നിന്ന് രക്തസാമ്പിളുകൾ കളക്ട് ചെയ്ത് ആ തരത്തിലുള്ള ആളുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശാസ്ത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നടക്കുന്നത് ഇപ്പോൾ ജീവിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചിത്രം വരച്ചില്ലേ, ആ ചിത്രം നോക്കും. ആ ചിത്രം നോക്കും നിങ്ങൾ. ഇത് നോക്കും, ഇത് നോക്കാതെ ഇത് നോക്കും. അടിപൊളിയാണ്, അടിപൊളിയാണോ? അതിനാണ് മാറ്റി വെച്ചത്. നമ്മൾ പറഞ്ഞു കേട്ടത് സെൽഫ് കൺട്രോൾ. എന്താ സെൽഫ് കൺട്രോൾ? എന്താണ്? നടക്കുന്നത് പ്രശ്നക്കാരനായിട്ടുള്ള ഒരാൾ അപ്പുറത്ത്, അയാൾ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ചാടി കയറി അയാൾ കൊടുക്കാൻ ആരും വേണ്ട, വേണ്ട. എന്തുകൊണ്ടാണ് ചാടി കയറി കൊടുക്കുന്നത്? അയാൾക്ക് എന്തിനാണ്? സെൽഫ് കൺട്രോൾ. ചില ആളുകൾ ഭയങ്കര ഉദ്ദേശം നമ്മൾ ചിലരെ കുറിച്ച് പറയാറില്ലേ, അല്ലേ? എപ്പോഴാണ് പ്രതികരിക്കാതെ പറയാൻ പറ്റുന്ന ചുമതല നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ, അല്ലേ? എന്തുകൊണ്ടാണ് പറയുന്നത്? അവർക്ക് എന്തിനാന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഭയങ്കര നമ്മുടെ ഇമോഷൻസ് ഒക്കെ വരും. ചില ആളുകൾ പെട്ടെന്ന് കഴിയും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പൊ ഉണ്ടായി, ഇപ്പൊ നമ്മൾ മെച്ചൂടായി. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഉസ്താദ് ഒരു കാര്യം പറയുമ്പോഴേ ചെയ്തത് ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ അവരുണ്ടാവും കാര്യം. ചിലർ പൊട്ടി വെറുതെ ഒരു കാര്യം ചെറിയ തമാശ ശരിക്കും തോന്നിയിട്ടുണ്ടാവും. അപ്പോഴേക്കും എന്തെങ്കിലും ചിരി തുടങ്ങും, അല്ലേ? അങ്ങനെ ആളുകളുണ്ട്, ഉണ്ടോ? പക്ഷെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണോ? അല്ലേ? ഓക്കെ, നമ്മുടെ ഈ സെൽഫ് സ്പീക്കിംഗുകളുടെ എല്ലാവരും നമ്മുടെ ഈ ചിലവർക്ക് ഹിന്ദുസ്ഥാനത്തിലുള്ള ഒരു വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരു കുട്ടി കണ്ടിട്ടില്ലേ?